ഈശോദൻ ചിത്രങ്ങളും പൊന്നീശോദൻ ചിത്രങ്ങളും അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പമതു തന്നെയോ പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു എന്നമ്മ പറഞ്ഞു തന്നു നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ അമ്മേ അമ്മേ എന്റെ യൂണിഫോം എവിടെ? മോളെ ആ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അമ്മേ എന്റെ ബുക്ക് എന്തി? ബുക്ക് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മേശയില്. അമ്മേ എന്റെ ഐഡി കാർഡ് എവിടെയാ? ഇതെന്തോ ഒരു ബഹളം ഈ പരിക്കാത്ത. ബസ് ഇപ്പൊ വരും. സ്കൂളിൽ പോകാറായില്ലേ? സ്കൂൾ ബസ് പോകാറായല്ലോ. ആ എത്തിയോ? ഒരുങ്ങിയോ സുന്ദരി കുട്ടികള്? എല്ലാം എടുത്തോ ബാഗൊക്കെ? സുധിയൊക്കെ ചെല്ല. സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ വിട്ടിട്ട് അതേണ്ട ബസ് വന്ന് നിൽക്കുന്നു. സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണ്ട. ഇവരെന്നെ ഈ ഓടനെ മക്കള് പോക്കോ കേട്ടോ. ഇവിടെ വന്നേ ആ വാളിവിടെ വെച്ചേ. ഇതാരാ എടുത്തേ? ഇത് ഞാനൊരു നാടകത്തിന് ആ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് ഇവിടെ വെച്ചല്ലേ. മക്കള് പുറത്തു പോയി കളിക്കും കേട്ടോ. അകത്തൂടെ കളിക്കാതെ. ഇനി ഇവർക്ക് പഠിത്തവും ഇല്ല ഒരു ദിവസം. സുനിത എവിടെ പോണു? ഞാൻ ഇവരെ സ്കൂളിലൊന്ന് വിട്ടിട്ട് വരാം. മമ്മിയുണ്ട് കേറി. ശരി. ആൻചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു വന്നതാ. താഴെ വെച്ച് കണ്ടായിരുന്നോ? ആ സുനിത പിള്ളേര് സ്കൂൾ ബസ്സിന് ഇരിക്കും മക്കളെ. ഞാൻ ഒത്തിരി ആയി അങ്ങ് വീട്ടിലേക്ക് വരണം എന്നൊക്കെ ഓർത്തോണ്ടിരിക്കുക. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ മനസ്സിലോർത്ത ഇന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ട് ഇപ്പം. അപ്പൊ ആ ക്ലാസ്സിന് രാവിലെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി അവിടെ വീട്ടിൽ വന്ന് എല്ലാരെയും ഒന്ന് കാണാൻ വരണമെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഇരിക്കുവായിരുന്നു. അപ്പൊ കണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? ഇന്നെ കോളേജില്ലേ? ഇല്ല അവധിയായിട്ട്. അപ്പൊ സുഖമായിട്ട് വീട്ടിലിരിക്കുകയാണല്ലേ? അവിടെ ഡാഡിയും മമ്മിയൊക്കെ എന്നെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സ്മിത പിള്ളേരെ അവിടെയാണല്ലോ പഠിക്കണേ അല്ലേ? ഇതിന്റെ മോളെ നമ്മുടെ പള്ളിയിലേ ഈ മാതൃവേദിക്കാരൊരു നാടകം കളിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു വാള് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തു വെച്ചാ അതെങ്ങനെയാ നമ്മുടെ പിള്ളേർ അതും എടുത്ത് കളിച്ച് ഓടുമായിരുന്നു. അവന്മാരെ ഞാൻ താഴെ ഇട്ട്. ഇന്ന് അവർക്ക് ക്ലാസ് ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ അത് ഇവിടെ വെച്ചിരുന്നതാ. പിന്നെ ശരിക്കും പഴയ രാജാക്കന്മാരുടെ ഇതൊന്നും ആരും ഉപയോഗിക്കാറില്ല. പക്ഷെ നമുക്കൊക്കെ ഉണ്ടൊരു വാള്. ആ വാള് പണ്ടത്തെ രാജാക്കന്മാരുടെ ഒന്നും അല്ല. പക്ഷെ നമുക്കൊരു വാളുണ്ടെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏതായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ എഫേസുസാർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് 6-ാം അധ്യായം 10 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു വാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പം നമ്മൾക്ക് അതായത് ഇപ്പം നിങ്ങളിങ്ങ് കയറി വന്നപ്പം സുനിത പിള്ളേരെ വിടണം കണ്ടില്ലേ? അവര് യൂണിഫോം അല്ലേ? അല്ലേ? യൂണിഫോമിൽ അവർക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഏത് ജോലിക്കും ഒരു യൂണിഫോം ഉണ്ട്. മിക്കവാറും ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ജോലികൾക്കും ഉണ്ട്. പോലീസുകാർക്ക് യൂണിഫോം ഉണ്ട് അല്ലേ? നേഴ്സസിന് അല്ലേ? പിന്നെ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു യൂണിഫോം എല്ലാവർക്കും ഉണ്ട്. ഡോക്ടേഴ്സിനുണ്ട് അല്ലെ? നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാം, കാണുന്നത് തിരിച്ചറിയാം. അപ്പൊ ഈ യൂണിഫോം ഇപ്പൊ ഈ യൂണിഫോം ഉള്ളത് നല്ല അനുഗ്രഹമാണ് നമുക്ക് അല്ലേ?
ഇപ്പം നമ്മൾ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നല്ല ട്രാഫിക്, അപ്പൊ അവിടെ ഒരാൾ നിന്ന് കൈ കാണിച്ചാൽ നമ്മൾ നിർത്തുവോ? നമ്മൾ നിർത്തുകയല്ല, നമ്മളൊന്നും മൈൻഡ് ചെയ്യാതെ ഓടിച്ച. അതേസമയം പോലീസ് യൂണിഫോമിലുള്ള ഒരു പോലീസ്മാൻ നിന്ന് കൈ കാണിച്ചാൽ നമ്മൾ എവിടെയാണേലും നമുക്ക് അത്യാവശ്യമാണെങ്കിലും നമ്മളവിടെ നിർത്തും അല്ലേ? അപ്പൊ ആ യൂണിഫോമിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ? ആ യൂണിഫോം ഇടാതെ ആ പോലീസുകാരൻ വന്ന് അവിടെ നിന്ന് കൈ കാണിച്ചാൽ നമ്മൾ നിർത്തൂല, മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ യൂണിഫോമിനൊരു പവറുണ്ട് അല്ലേ? നേഴ്സാണേലും കുത്തിവെക്കാൻ അവിടെ നിൽക്കുന്ന വേറൊരു സാരി കൊടുത്തൊരു സ്ത്രീങ് വന്നാൽ നമ്മൾ കൈ കാണിച്ചു കൊടുക്കുക, സിറിഞ്ഞു കൊണ്ട് വന്നാൽ കുത്തിക്കോന്ന് പറഞ്ഞു കൊടുക്കുവോ? ഇല്ലല്ലോ, ഇല്ലേ? അപ്പൊ ആ യൂണിഫോമിൽ വരുമ്പോ നമ്മൾ അവരെ കണ്ടിട്ടില്ലേ പോലും, പേരറിയത്തില്ലേലും പരിചയമില്ലേലും നമുക്കറിയാം ഈ ഹോസ്പിറ്റലിലെ അവർ നമുക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അത് യൂണിഫോം കാണുമ്പോൾ നമ്മളെ ഒരു ഐഡന്റിഫൈ ചെയ്യുവാണ്, മറ്റുള്ളവര് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞു തരുക. ഇതുപോലെ ഈശോ നമുക്കൊരു യൂണിഫോം തന്നിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റിയുടെ യൂണിഫോം. അപ്പൊ നമ്മളെ കാണുന്നവര് തിരിച്ചറിയണം, ആ ഇത് ഈശോയുടെ മക്കളാണ്, ഈശോയുടെ മോളാ, ഈശോയുടെ മോനാന്ന് തിരിച്ചറിയണം. ഇവിടെ ക്രിസ്ത്യാനിയുടെ യൂണിഫോമിനെ കുറിച്ചാണ് 6 മുതൽ 12 മുതൽ ഞാൻ വായിക്കാം. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധീപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പം നമ്മുടെ ജീവിതം ഒരു പടവെട്ടലാന്നാണ്. ഒരു ശത്രുവുണ്ട്, ആ ശത്രുവിനോട് എതിരിടുന്ന ഒരു ഉപവാദിയും പ്രതി എന്ന് പറഞ്ഞാൽ 2 രാജ്യങ്ങളാണെങ്കിൽ ഒരു രാജ്യം ഒരു രാജ്യത്തോട് എതിരിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു യുദ്ധക്കളത്തിലാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ മനുഷ്യരോടല്ല യുദ്ധം ചെയ്യുന്നത്, ജഡമാംസ രക്തങ്ങൾക്കെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരായിട്ടാണ്. അപ്പൊ ഇവരെ കാണാൻ പറ്റില്ല നമുക്ക്. തിന്മയുടെ ശക്തിക്കെതിരെയാണ് നമ്മുടെ യുദ്ധം. അപ്പൊ തിന്മയുടെ ശക്തിക്കെതിരായിട്ടുള്ള യുദ്ധത്തില് നമുക്കൊരു യൂണിഫോം അല്ലെങ്കിൽ ഈ ഒരു പടച്ചട്ട ധരിക്കണം, എങ്കിലേ ജയിക്കാൻ പറ്റുള്ളൂ. അതെന്താന്നാണ് വീണ്ടുമുള്ള വചനത്തിൽ പറയുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഒരു ഭടനുള്ളതെല്ലാം ഉണ്ട്. തൊപ്പിയുണ്ട്, ബെൽറ്റുണ്ട്, അരപ്പട്ടയുണ്ട്, ചെരുപ്പുണ്ട്, പിന്നെ പരിചയുണ്ട് തടുക്കാൻ, പിന്നെ കയ്യിൽ വാളുമുണ്ട്. അപ്പൊ ഇത്ര ഒരു ക്രിസ്ത്യാനിറ്റിയുടെ യൂണിഫോമാണ്. ഒരു ക്രിസ്തീയ വനിത അല്ലെ ഒരു ക്രിസ്ത്യൻ അല്ല ആണോ പുരുഷനോ സ്ത്രീയോ ആകട്ടെ, അവർക്കൊരു യൂണിഫോമേ ഉള്ളൂ, ഒറ്റ യൂണിഫോം. സ്ത്രീ എന്നോ പുരുഷനോ ഒന്നുമില്ല. ആ യൂണിഫോം ഇതാണ്. നമുക്ക് രക്ഷയുടെ തൊപ്പിയുണ്ട്, പരിച ഉണ്ട്, വിശ്വാസത്തിന്റെ അതുപോലെ വചനമാകുന്ന വാള് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് ഇത്രേ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ലോകത്തില് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെ നമ്മൾ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോകും. നമ്മുടെ ഐഡന്റിറ്റി ഇതാണ്. സാത്താൻ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു വേഷത്തിലാണ്, ഈ യൂണിഫോമിറ്റിയിലാണ്. അപ്പൊ ഇതിന്റെ അടയാളം, അതായത് ഇത് മൊത്തം പറയണത് യേശു നമ്മളിലാകുക എന്നുള്ള, രക്ഷ യേശുവാണ്, വിശ്വാസം യേശുവാണ്, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്ന ഈശോ, വചനം യേശുവാണ്, എല്ലാം യേശുവാ. അപ്പൊ യേശുവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ തിന്മയ്ക്ക് കാണുന്നത് എങ്ങനെയാ? നമ്മൾ യേശുവിൻ്റെ ആ ശക്തിയാണ് നമ്മളിൽ അവര് കാണുന്നത്. അപ്പൊ ഇത് മുഴുവൻ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ ഈ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവേ. അപ്പൊ ഈ വചനമാകുന്ന വാളിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ വാളിനെ കുറിച്ച് ചോദിച്ചപ്പോ അത് ഞാനിപ്പോ പറഞ്ഞുതരാം. ബാക്കി വിശദീകരിച്ച് പറയണ ഒത്തിരി സമയം പിടിക്കും കേട്ടോ. അപ്പം കുഴപ്പമില്ലല്ലോ, പറഞ്ഞു കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇപ്പൊ കോളേജ് കുമാരികൾക്കൊക്കെ വചനം കേൾക്കാൻ ഇഷ്ടമാണ്. ഏതായാലും ആനിയാൻ്റിയുടെ എനിക്ക് വന്നല്ലോ, അപ്പൊ ഇത് കേട്ടായിരിക്കണം. കാരണം സുനിത തിരിച്ചു വന്നാലോ ചായയൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഈശോ വചനമാകുന്ന വാള് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അപ്പൊ ഇതുപോലെ ഒരു വാള്, ഇപ്പൊ ഇങ്ങനെ ഒരു വാളെടുത്തിട്ട് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമല്ല. ഈ വാളെന്ന് പറയുന്നത് വചനമാണ് നമുക്ക്.
അപ്പൊ ഈ വചനമാകുന്ന വാള് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വചനമായി മാറുകയാണ്. വചന യേശുവാ. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച യേശു ക്രിസ്തുവാ. അപ്പൊ ഈ യേശുവായി നമ്മൾ മാറുമ്പോൾ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ വചനമായി മാറും, യേശുവായി മാറും. ആ സ്നേഹം, ശക്തി അതുകൊണ്ടങ്ങെന്നറിയാം. അപ്പൊ നമ്മൾ സങ്കീർത്തനം, അപ്പൊ ഈ വചനത്തിന് പല പവറാണ്. വചനം ഇപ്പൊ ഈ വാള് കൊണ്ട് നമുക്ക് ഈ വാളെടുത്തിട്ട് ഒരാളെ വെട്ടാൻ പറ്റും അല്ലെ, ഇതുകൊണ്ട് മുറി വെപ്പിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അവരെ എന്ത് വേണേലും ഈ വാള് വെച്ച് ചെയ്യാം അല്ലെ. പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റും, എതിർത്ത് നിൽക്കാൻ പറ്റും അല്ലെ. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് പല ഉപയോഗം ഇതുണ്ട്. അപ്പൊ ഇതുപോലെ വചനം നമുക്ക് ഒത്തിരി അനുഗ്രഹമായി വരുന്നത്. വചന സൗഖ്യം തരുന്ന വചനമുണ്ട്, പ്രതിരോധിച്ച് നിൽക്കുന്ന വചനമുണ്ട്, ശുദ്ധീകരിക്കുന്ന വചനമുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനമുണ്ട്. അങ്ങനെ ഒത്തിരി തരം ആശ്വാസമായിട്ടും നമുക്ക് സംരക്ഷണമായിട്ടും സുരക്ഷിതത്വമായിട്ടും എല്ലാം വചനം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൗഖ്യം തരുന്ന വചനം സങ്കീർത്തനം 147:3 നമ്മൾ വായിക്കുമ്പോൾ അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചു കെട്ടുകയും ചെയ്യുന്നു. അവിടുത്തെ വചനം, അവിടുന്ന് എന്ന് പറയുമ്പോൾ ദൈവമാണ്, യേശുവാണ്. അപ്പൊ ആ യേശു ആകുന്ന, ആ വചനമാകുന്ന യേശു സൗഖ്യം തരുക നമുക്ക്. നമ്മുടെ മുറിവ് ഉണക്കുന്നു, നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ മാറ്റി തരും, നമ്മളെ ആശ്വസിപ്പിക്കുക. പക്ഷെ പറഞ്ഞില്ലേ, ഭാരം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പൊ ആ വചനമാകുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടുക, സൗഖ്യപ്പെടുത്തുന്നവർ. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ലേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, സൗഖ്യം തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പൊ ആ വചനം സൗഖ്യം തരുന്ന ഒരു വാളാ, സൗഖ്യം തരുന്നതാണ് ആ വചനം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഹെബ്രായ 4:12 അത് നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തി എഴുതുന്നുണ്ട് ഈ വചനത്തിൻ്റെ ശക്തി എന്തുമാത്രമാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് മാത്രം വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 4:12 ഇതൊക്കെ ഓർത്ത് വെച്ചോട്ടോ, കോളേജിലൊക്കെ ചെന്ന് കൂട്ടുകാരിക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പൊ ഇത് ഇരുതല മൂർച്ചയാണ്. ഈ വാളിന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 2 സൈസും, രണ്ടിലും മുറിവില്ല, മുറിക്കാൻ പറ്റില്ല, ഒരു സൈഡേ ഉള്ളൂ അല്ലേ. അതേസമയം വചനമാകുന്ന വാളോ ഇരുതല മൂർച്ച. അപ്പൊ ഇത് കേറുന്നിടത്ത് 2 സൈഡും മുറിച്ചോണ്ട് പോകും. ഈ വാള് വെച്ച് മുറിച്ചാൽ ഒരു സൈഡേ ഉള്ളൂ അല്ലേ. അപ്പം മറ്റേത് അത്ര മൂർച്ചയേറിയതാണ് വചനം. ആ വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് അത് പറയുന്നത്. അപ്പൊ അത് മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി നമ്മളെ തന്നെ ടോട്ടലി ചേഞ്ച്ഡ് ആക്കാൻ ശക്തിയുള്ളതാണ് ഈ വചനം. അതുപോലെ നമ്മൾ വെളിപാട് 1:16 നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് പറഞ്ഞിട്ട് ഇതൊരു ശക്തിയാണ് എന്ന് പറഞ്ഞത്. അവന്റെ വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ, വചനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അപ്പൊ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നത് ആ ഇരുതല മൂർച്ചയുള്ള. അപ്പോൾ വചനം മൂർച്ചയുള്ളതാണ്, ഇരുതല മൂർച്ചയുള്ളതാണ്. അപ്പൊ ആ വചനത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു കിട്ടുന്നത്. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതേ ഉള്ളൂ, ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ വചനം അപ്പൊ മാർക്കോസിന്റെ സുവിശേഷം 11:24 നമ്മൾ വായിക്കുമ്പോൾ 11:24 അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വരുള്ളൂ. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന എന്തും ലഭിക്കും. അപ്പൊ ആ ലഭിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയാലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ചോദിക്കുമ്പോൾ അത് വിശ്വാസത്തോടെയാണ് ചോദിക്കുന്നെങ്കിൽ അത് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും അവിശ്വാസത്തിന്റെ വചനങ്ങളാണെന്നാ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സംശയം,
കിട്ടുവോ? ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈശോ കേട്ടോ? നമുക്ക് ആകപ്പാടെ സംശയ അല്ലേ? അപ്പൊ ഈശോ പറയാണ് നമ്മൾ സംശയിക്കണ്ട. ഇപ്പൊ ഈശോ സാഹചര്യത്തെ അല്ല പറയുന്നത്, ഈശോ സംഭവിക്കുന്ന കാര്യങ്ങളും അനുഗ്രഹമായതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഈ കൈക്ക് ഭയങ്കര വേദന, ഒരു മുറിവാണ്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ കൈ കെട്ടി വെച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിക്കും ആൻറ്റി ഇത് എന്നാ പറ്റിയതാ? അപ്പം ഞാൻ എൻ്റെ മോളെ ഇത് മുറിഞ്ഞതാ, 2-3 ആഴ്ചയായി ഈ ഇരിപ്പാ കെട്ടിയും വെച്ചോണ്ട്, ഇത് വേദനയാ, പഴുപ്പാ, ഷുഗറും ഉണ്ട്, ഇതൊട്ട് പഴുപ്പും കുറയണില്ല, നീരും ഇങ്ങനെ ഞാനിങ്ങനെ സങ്കടം പറയുക. അന്നേരം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മുറിവിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നു, ഞാൻ അനുഭവിക്കുന്ന സാഹചര്യം അത് പറയുന്നത്. ഇത് സൗഖ്യപ്പെടുവോ ഇല്ലയോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഇത് സൗഖ്യപ്പെടുവോ ഇല്ലയോ? ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തു പറയും? അയ്യോ ശരിയാ ആൻറ്റി, നമുക്ക് നല്ല ഡോക്ടറെ കാണാം, ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന എവിടെയാന്ന് ചോദിക്കുക, എന്നിട്ട് അടുത്ത ഡോക്ടറെ പോയി കാണാന്ന് പറയും ഇല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാൻ പോണതും പറയാൻ പോണത്? നമ്മളെല്ലാം അങ്ങനെയാ ചെയ്യണേ. പക്ഷെ ഈശോ അങ്ങനെയല്ല നമ്മളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സാഹചര്യം പ്രസന്റ് ടെൻസ് പറയുകയാണ്, എൻ്റെ കൈ മുറിഞ്ഞു, അയ്യോ ഭയങ്കര വേദന, അതങ്ങനെയാ. അതേസമയം എൻ്റെ ഉള്ളിൽ വചനമാകുന്ന വാളാ, ഇരുതല മൂർച്ചയേറിയ വാൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആ വചനമായി മാറിയിട്ടുണ്ട്. യേശുവിൻ്റെ യേശു എന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോണത് എന്നായിരിക്കും? ഓ ഇതൊന്നും സാരമില്ലെന്ന്, അതിങ്ങനെ വന്നു മുറിഞ്ഞു, ഇച്ചിരി വേദനയൊക്കെ ഉണ്ട്, അതൊക്കെ മാറും. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഈശോ പറഞ്ഞ വചനം ഞാൻ വിശ്വസിക്കൂലേ? അപ്പൊ ഞാൻ പറയണ എങ്ങനെ? എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തന്നു കഴിഞ്ഞു, ഇത് സൗഖ്യപ്പെടും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഓ ആന്റിക്ക് എന്തോ പ്രശ്നം, കുഴപ്പം പറ്റിയിട്ടുണ്ട്, ഇത്രയെ മുറിഞ്ഞ് കെട്ടി വെച്ചേക്കണത്, ഇത് ഉടനെ തന്നെ സൗഖ്യപ്പെടും എന്ന് പറയണേ എന്താ ആന്റിക്ക് കുഴപ്പം പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കും അല്ലേ? അല്ല, കാരണം മാറ്റമില്ലാത്തവൻ യേശു മാത്രം. ഈ കാലങ്ങളും നമ്മുടെ സമയവും മാറിക്കൊണ്ടിരിക്കും, സാഹചര്യങ്ങളും മാറും, സമയവും മാറും, അനുഭവങ്ങളുടെ തലങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറ്റമില്ലാത്ത യേശു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം എടുക്കുമ്പോൾ ഞാൻ വായിക്കണില്ല, അപ്പോൾ അവിടെ പറയുന്ന ഈശോയെ പരീക്ഷിക്കാൻ സാത്താൻ കടന്നു വന്നു. സാത്താനും ദൈവവചനം പറയുക. അപ്പോൾ സാത്താൻ ഇങ്ങോട്ട് വചനം പറയുമ്പോൾ ഈശോ അങ്ങോട്ട് ലിഖിതം വചനം, എഴുതപ്പെട്ട വചനം പറയുവാണ്. സാത്താനെ പുറത്തു പോകാൻ, അതായത് ദൈവത്തെ നീ പരീക്ഷിക്കരുതെന്നും, മനുഷ്യൻ അപ്പം കൊണ്ടല്ല വചനം കൊണ്ടാണ്, അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം ഈശോ വചനം പറഞ്ഞ് സാത്താനെ ഓടിച്ചു. അപ്പം നമുക്കൊരു മാതൃക അത്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വചനം നമ്മൾ പറയുമ്പോഴാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇരുന്നാൽ പോരാ, വചനം ഹൃദയത്തിലിരിക്കണം. ഹൃദയത്തിലും അധരത്തിലും നിനക്ക് വചനമുണ്ടെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിലും അധരത്തിലും, അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന. അപ്പം ഈ വചനം ഹൃദയത്തിൽ നിന്ന് നമ്മൾ അതിനെ പൊക്കിയെടുത്ത് വിശ്വാസം കൊണ്ട് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പറയുമ്പോൾ അവിടെ സംഭവിക്കും. അത് ഈശോ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മളിതൊന്ന് പ്രാക്ടിക്കലാക്കിയാൽ മതി, ഇതെടുത്താൽ മതി. കാരണം ഈശോ അതുപോലെ നമ്മൾ ഈശോ ലാസറിനെ ഉറപ്പിക്കുക. അപ്പോൾ ആ ഭാഗം ഞാൻ ഒന്ന് വായിച്ചത്, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചത് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 11. അവിടെ ഈശോ ലാസർ മരിച്ച സമയത്ത് ഈശോ അവിടെ ചെന്നില്ല, വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോ അവിടെ ചെന്നിട്ട് യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു, അതിന്മേൽ ഒരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവേൻ. മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. സത്യമാണ് പറഞ്ഞത് അല്ലേ? മാർത്ത പറഞ്ഞത് സത്യമാണ്, ആ പ്രസന്റ് ടെൻസാണ് പറഞ്ഞത്. ആ സാഹചര്യം ഇപ്പം അങ്ങനെയാണ്. 4 ദിവസമായി മരിച്ചിട്ട്. ഇപ്പം മരിച്ച ആളെ മരിച്ച ആൾക്ക് നാറ്റമുണ്ട്. അപ്പൊ പണ്ടത്തെ നമ്മുടെ ഇപ്പോഴത്തെ ശവപ്പെട്ടി അല്ല, അന്നത്തെ ശവപ്പെട്ടി. അന്നൊരു ഗുഹാമുഖം പോലെ കണ്ടിട്ടില്ലേ? വിശുദ്ധനാടി പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ഈ ശവകുടീരത്തിന്റെ മുമ്പിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കല്ലിങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനകത്തെ ദുർഗന്ധം പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ഈശോ പറയുകയാണ് ആ കല്ലെടുത്ത് മാറ്റാൻ. അപ്പൊ അവിടെ കൂടി ജനം നിപ്പുണ്ട്. അപ്പൊ മാർത്ത പറയാണ്, മനുഷ്യനെ ഉദ്ദേശിച്ച് പറയാണ്, അയ്യോ ഗുരുവെ, അതിന് മണം വെച്ചിട്ടുണ്ട്, അത് കല്ലെടുത്ത ഉടനെ ഇവിടെ ആർക്കും പിന്നെ നിൽക്കാൻ പറ്റില്ല, ഈശോയ്ക്കും നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട്
അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർത്ത സാഹചര്യത്തെ നോക്കി വചനം പറഞ്ഞു. അവളുടെ അധരങ്ങളിൽ നിന്ന് വചനം വന്നു. പക്ഷെ ഈശോ പറയുന്നത് എന്നാന്ന് കേട്ടാണ്, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. അപ്പോൾ ധൈര്യം കൊടുത്തു ഈശോ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. ഈ എന്തിനാ നന്ദി പറഞ്ഞേ? പ്രാർത്ഥന ശ്രവിച്ചു കഴിഞ്ഞു. ഇത് ഉയർത്തെഴുന്നേക്കാൻ പോവുക. ലാസർ ഉയർക്കാൻ വരാനിരിക്കുന്ന കാര്യ സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്നതിന് മുമ്പ് ഈശോ അത് കണ്ടു. ഈശോയ്ക്ക് ഉറപ്പുണ്ട്, പിതാവിനോട് ചോദിച്ചാൽ എന്ത് നടക്കും, എന്ത് നടക്കുമെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ട്. കാരണം ഈശോയും പിതാവും ഒന്നാ. അപ്പം ഈശോയ്ക്ക് ഉറപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ഈശോ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ ഉള്ളിൽ ആ ആഗ്രഹം ലാസറിനെ ഉയർപ്പിക്കണം, ദൈവമഹത്വം അവിടെ എല്ലാവരും കാണണമെന്നുണ്ട്. അപ്പൊ അത് മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയാ. സംഭവിച്ചു കഴിഞ്ഞു, പക്ഷെ സംഭവിച്ചിട്ടില്ല. സാഹചര്യത്തിൽ സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് വിശ്വാസത്താൽ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈശോ നന്ദി പറയുക. നന്ദി പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈശോ പറയുകയാണ്, ലാസറെ പുറത്തു വരിക. അപ്പോൾ എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണ്. അത് പിന്നെ ഈശോ പിതാവുമായിട്ടുള്ള സംഭാഷണം. ഇത് ഈ നന്ദി പറഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് അറിയാമെന്ന് ഉറപ്പും പറഞ്ഞിട്ട് പറയുക, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു, അവൻ ജീവനുള്ളവനായിട്ട് പുറത്തു വന്നു. അപ്പോൾ ഈ സാഹചര്യം ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സും നമ്മുടെ ഉറപ്പും വിശ്വാസവും എല്ലാം എവിടെയാ? ഇപ്പോഴത്തെ സാഹചര്യം, അയ്യോ കഷ്ടം, അവിടെ അഡ്മിഷൻ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല, ആ പണി ശരിയായില്ല, ഈ പണി ശരിയായില്ല, ഇവിടെ ദാരിദ്ര്യം, സാമ്പത്തിക ഭാരം, ആകപ്പാടെ പ്രശ്നവും ഇത് ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുക. പക്ഷെ ഈശോ നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെവി ഓർക്കണില്ല, പഠിക്കുന്നില്ല, അത് മറ്റുള്ളവർക്ക് പറഞ്ഞും കൊടുക്കണില്ല. ഈശോ സകലത്തിൻ്റെയും പരിഹാരം നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞു, എല്ലാ ദുഃഖ ദുരിതത്തിൻ്റെയും രോഗപീഠകൾക്കും. ഇത് വിശ്വസിച്ചിട്ട് വരാനിരിക്കുന്നതിനെ കാണുക, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ കാണുന്നത് നമുക്ക് ഉറപ്പാവും. സൗഖ്യം കിട്ടി, അത് ഉറപ്പ്. കാരണം എൻ്റെ ഈശോ ഞാൻ ചോദിക്കുന്നത് തരും. അവൻ സ്നേഹമാണ്, അവൻ്റെ വാക്കിന് വ്യത്യാസമില്ല. നിങ്ങൾ യാചിക്കുന്നത് എന്തും ലഭിക്കുമെന്നാണ്. അതായത് റോമ 4:19-21 എന്ന് വായിച്ചാൽ അതിനകത്ത് ഉറപ്പ് ഈശോ പറഞ്ഞിട്ടുണ്ട്. റോമ 4, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അബ്രാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം ചെയ്യുക, നിനക്കൊരു സന്തതി ഉണ്ടാകും. പക്ഷെ അന്ന് എങ്ങനെയാ ഇരിക്കണേ? അന്നത്തെ സാഹചര്യം തന്നെ അബ്രാഹിന്റെ 100 വയസ്സായി, ശരീരം ജീർണിച്ചിരിക്കുന്നു, സാറായിക്കും ശാരീരിക ശേഷിയില്ല, അവർക്ക് യാതൊരു രീതിയിലുള്ള മക്കളുണ്ടാകാനുള്ള ശേഷിയില്ല. പരിപൂർണ പരാജയത്തിലാണ് അവരുടെ ശരീരം നിൽക്കുന്നത്, കഴിവില്ല. ആ സമയത്താണ് ഒരു പുത്രൻ ജനിക്കുമെന്ന് പറയുന്നത്. എങ്ങനെ വിശ്വസിക്കും? സാഹചര്യം വളരെ എതിരാ. പക്ഷേ ദൈവം പരിപൂർണനാണെന്നും അവൻ വാഗ്ദാനം ചെയ്തത് സത്യമാണെന്ന് അബ്രഹാം വിശ്വസിച്ചത് കൊണ്ട് അബ്രഹാമിന് കുട്ടി ഉണ്ടാകുമെന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ കണ്ടു, ഇസഹാക്കിനെ കണ്ടു. അപ്പോൾ ആ വിശ്വാസമാണ് അവനിൽ ക്രിയ ചെയ്തത്. ഇതാണ് നമ്മളിലും വരേണ്ടത്. അപ്പം നമുക്ക് വചനമാകുന്ന വാള് ഈശോ തന്നിരിക്കുന്നത് ഈ വചനം എടുത്ത് ഉപയോഗിക്കണം. അപ്പം വചനം വായിച്ചാലേ ഇത് എന്നാന്ന് പിടികിട്ടുള്ളൂ. അപ്പം ബൈബിള് വായിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നാത് ഏറെ എന്തെല്ലാം നല്ല രസമുള്ള പുസ്തകം വായിക്കാൻ അല്ല. ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അറിയോ ഇത് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിനോട് പറയണം, ഈശോയെ എനിക്ക് പരിപൂർണമായിട്ട് ഈശോയിൽ വിശ്വസിച്ച് ആ ഈശോയുടെ വചനത്തിൽ ജീവിക്കണം, ആ വചനത്തിൻ്റെ ശക്തി എനിക്ക് ഒന്ന് അനുഭവിക്കാൻ കൃപ തരണേന്ന്
ഒരനുഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ആയി. പിന്നെ നമുക്കൊരു ദാഹം ഇങ്ങ് വരും വചനം വായിക്കാനും അത് ധ്യാനിക്കാനും ആ വചനത്തിൻ്റെ പൊരുളറിയാനും ഒക്കെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ അത് ഓർത്തോണ്ടിരിക്കും. ഇത്തിരി നേരം കിട്ടി നമ്മൾ ഓടിച്ചെന്ന് ബൈബിളെടുത്ത് വായിക്കാനായിട്ട്. 1 പത്രോസ് 2-ാം അധ്യായം 24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തെ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സൗഖ്യമാക്കപ്പെടും എന്നല്ല, പെട്ടിരിക്കുന്നു. ഭൂതകാലം, അത് കഴിഞ്ഞു പോയതാ. നമ്മൾ പൂർണ്ണത വന്നു കഴിഞ്ഞു, നമ്മൾ സൗഖ്യപ്പെട്ടു. അതൊരു മുറിവോ ഒരു കത്തി കൊണ്ട് മുറിഞ്ഞ മുറിവല്ല, മുഴുവൻ മുറിവുകളും. ഇവിടെ മനസ്സിനുണ്ടാകുന്ന മുറിവുണ്ട് അല്ലെ, നിരാശയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്, പ്രത്യാശയില്ലാത്തതുകൊണ്ട് ഉത്കണ്ഠയുണ്ട് അല്ലെ, പിന്നെ വാശി, വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം നമ്മുടെ മുറിവുകളും ബലഹീനതകളും ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തി തന്നു. സാമ്പത്തികമായ ഭൗതികമായ ജീവിതത്തിന്റെ പ്രശ്നങ്ങള് അതിനെല്ലാം പരിഹാരം ഈശോ തന്നു കഴിഞ്ഞു. നമ്മൾ സന്തോഷിച്ച് സമാധാനമായിട്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്നാണ് ഈശോ ആഗ്രഹിച്ചിരിക്കുന്നത്. ഈശോ എൻ്റെ കൂടെയുണ്ട്, സർവ്വതിനും മതിയായവൻ എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസം ഇങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം കിട്ടും. ഞാൻ ആഗ്രഹിച്ചത് നന്മയായത്, എൻ്റെ രക്ഷയ്ക്ക് അല്ലെ എൻ്റെ ജീവിതത്തിന് ആവശ്യമായത് ഞാൻ എൻ്റെ ഈശോയോട് ചോദിക്കുമ്പോൾ അവൻ എനിക്കത് തരും. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ പിള്ളേരോട് അയ്യോ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമോ, എൻ്റെ കൊച്ചിന് വല്ലതും പറ്റുമോ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? കർത്താവെ എൻ്റെ കുഞ്ഞുങ്ങളെ നീ നോക്കിക്കോണം, നീ നോക്കും. കാരണം ഈ കുഞ്ഞുങ്ങൾ ആരുടെയാ? ഈശോയുടെയാ. നിന്റെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഉദരഫലം ഒരു സമ്മാനമാണ്, ദാനമാണ്. 127-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അല്ലെ, മക്കൾ ഈശോയുടെ ദാനമാണ്, മക്കൾ ഉദരഫലം ഒരു സമ്മാനമാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതുങ്ങൾക്ക് ഒരു അപകടം വരാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളത് വിശ്വാസത്താൽ ഏറ്റു പറയണം. ഈ വചനത്തിന്റെ വചനമാകുന്ന വാള് നമ്മളെടുത്ത് ഉപയോഗിക്കണം. അത് വെട്ടാനും തടുക്കാനും തടഞ്ഞു നിർത്താനും അത് ആശ്വസിപ്പിക്കാനും സകലത്തിനും മതിയായതാണ് ഈശോയുടെ വചനം. അതുകൊണ്ട് കോളേജിൽ പഠിക്കുക, ഒത്തിരി പഠിക്കാണ്ടെന്നും പറഞ്ഞ് പോരാ. ഒരു ദിവസം ഞാൻ പറയും 1 മണിക്കൂറെങ്കിലും ശാന്തമായിട്ടിരുന്ന് വചനം വായിച്ച് ഹൃദയത്തിൽ വെക്കണം. അത് ഹൃദയത്തിലും അതരത്തിലും അത് പ്രാവർത്തിയാക്കാനും നമുക്ക് പറ്റും. അല്ല ജീവിക്കാൻ പറ്റില്ല മക്കളെ. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഒത്തിരി കാലം ഭൂമിയിൽ ഇരിക്കേണ്ടവരാ. ഞങ്ങൾക്കൊക്കെ കുറേയൊക്കെ വയസ്സായിരുന്നു കുട്ടിക്കോ. പക്ഷേ ഇനി നിങ്ങളത് സ്വീകരിച്ചിട്ട് മറ്റവർക്ക് പറഞ്ഞു കൊടുക്കണം. സാഹചര്യത്തെ നമ്മൾ പറയരുത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ വൻ ശക്തി, ആ യേശുവിൻ്റെ ആ നാമത്തിൽ ചോദിക്കുന്നത് എന്തും ലഭിക്കും. അവൻ ജ്ഞാനമാണ്, സകലതിനും മതിയായവന്. കേട്ടോ. സുനിത വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി ഒരു ചായ കുടിക്കാം കേട്ടോ. അപ്പൊ ഇനി വചനമൊക്കെ വായിക്കണം കേട്ടോ. മോളും വീട്ടിലിരിക്കുമ്പോ കിട്ടുന്ന സമയം, നമുക്ക് ഈശോ അനുവദിച്ചു തരുന്ന സമയം കൃത്യമായിട്ട് ഒരു വാശി അങ്ങ് വയ്ക്കും. ഇതങ്ങ് വായിച്ചു തീർക്കും. പല പ്രാവശ്യം ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചു തീർക്കുന്നൊരു വാശി വെച്ച്, അല്ലെ ഒരു നിയോഗം വെക്കും. എനിക്ക് ഈശോയുടെ ആ ശക്തമായ അഭിഷേകത്തിലേക്ക് കടന്നു തന്നെ സാക്ഷിയായിട്ട് എനിക്ക് ജീവിക്കണം എന്നൊരു നിയോഗം വെച്ചിട്ട് അങ്ങ് വായിക്കാൻ തുടങ്ങും. അന്നേരം നമുക്ക് സ്പീഡി ആയിട്ട് നല്ല ഏകാഗ്രതയെ വായിക്കാൻ പറ്റും കേട്ടോ. ശരി, എന്നാലും നമുക്ക് സുനിത വരുന്നുണ്ട്, ചായ ഇടാൻ പറയാം. എന്നാ ശരി മോളെ.